ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട് മുഖച്ഛായ തന്നെ മാറുകയാണ്. സാക്ഷര കേരളം, സുന്ദര കേരളമാണ്, ദൈവത്തിൻ്റെ നാടൊക്കെ തന്നെയാണ് സമ്മതിക്കുന്നു. പക്ഷേ ഇതിപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നതിന് പകരം പേര് മാറ്റി ലഹരിയുടെ സ്വന്തം നാടെന്നോ തീവ്രവാദികൾക്ക് പ്രിയപ്പെട്ട നാടെന്നോ അവരുടെ യൂണിവേഴ്സിറ്റി എന്നോ ഒക്കെ വിശേഷിപ്പിക്കേണ്ടുന്ന സാഹചര്യമാണ്. ആശാമാരോട് സർക്കാർ ദയ കാണിക്കണം എന്ന് AICC പ്രവർത്തക സമിതി സംഘം AK ആന്റണി പറഞ്ഞു. പെരുമഴയത്ത് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നുണ്ട്. വലിയ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരല്ല അവർ. കേരള സർക്കാർ കൊടുക്കേണ്ടത് ആദ്യം കൊടുക്ക്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാം എന്നും അദ്ദേഹം പറഞ്ഞു. പലപ്പോഴും AK ആന്റണി പറയേണ്ടുന്ന സമയത്ത് കൃത്യമായ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിനെ സംബന്ധിച്ചിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ മയക്കുമരുന്നിനെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇതിനകത്ത് പ്രത്യേക എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തെക്കാൾ ഉപരി നാടിൻ്റെ നന്മയെയും യുവാക്കളുടെ രക്ഷ, വളർന്നു വരുന്ന അടുത്ത തലമുറയെ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനക്ഷമതയാണ് കാണിക്കേണ്ടത്. ചാരായം പണ്ട് നിരോധിച്ചു, വീര്യമുള്ള മദ്യമായതുകൊണ്ടാണ് നിരോധിച്ചത്. മയക്കുമരുന്ന് ചാരായത്തേക്കാൾ 1000 മടങ്ങ് അപകടമാണ്. ഇതടിച്ചാൽ അമ്മയെന്നോ അച്ഛനെന്നോ ബോധമില്ല. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേര് മാറ്റേണ്ടുന്ന അവസ്ഥയുണ്ട്. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണം, അത് നാടിന്റെ ആവശ്യമാണെന്നും AK ആന്റണി വ്യക്തമാക്കി. ഒന്നും പുതിയ സംഭവങ്ങളല്ല. ഇന്ന് കേൾക്കുന്ന ഒരു സംഭവത്തെക്കാൾ കുറച്ചുകൂടി ക്രൂരമായ ഒരു സംഭവമാണ് നാളെ കേൾക്കേണ്ടി വരുന്നത്. മറ്റന്നാൾ ഇതിനെ രണ്ടിനെയും ബ്രേക്ക് ചെയ്യുന്ന രൂപത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ. ഇപ്പോൾ ഇന്ന് വന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. കോട്ടയത്ത് 4 വയസ്സുകാരൻ കഴിച്ച ചോക്ലേറ്റിൽ ലഹരി കണ്ടെത്തിയ ഒരു സംഭവം. അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ നിന്ന് ലഭിച്ച ഒരു ചോക്ലേറ്റ് കഴിച്ചതിന് പിന്നാലെയാണ് 4 വയസ്സുകാരൻ മയങ്ങി വീഴുന്നത്. അതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ പരാതിയുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു. കോട്ടയം വടവാത്തൂർ 7th ഡേ സ്കൂളിലായിരുന്നു സംഭവം. ഇതിനെ തുടർന്ന് ഇന്നലെ കുട്ടിയുടെ അമ്മ കോട്ടയം SP-ക്കും കളക്ടർക്കും പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മണർക്കാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ വിശദമായിട്ടുള്ള മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ക്ലാസ്സിൽ പൊട്ടിച്ചു വെച്ചിരുന്ന നിലയിൽ കണ്ട ഒരു ചോക്ലേറ്റ് കുട്ടി കഴിക്കുന്നത്. ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷം എഴുതിക്കൊണ്ടിരിക്കെ കുട്ടി മയങ്ങി വീഴുന്നു. കുട്ടി സ്കൂളിൽ നിന്ന് വന്ന ശേഷം ബോധം കെട്ട രീതിയിൽ ഉറക്കമായിരുന്നു എന്നും അമ്മ പറഞ്ഞു. ഇതിനുശേഷം കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ചോക്ലേറ്റ് പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനയിൽ ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം കണ്ടെത്തുകയായിരുന്നു എന്നും അമ്മ വ്യക്തമാക്കി. 4 വയസ്സുള്ള കുഞ്ഞ് കഴിച്ച ചോക്ലേറ്റിലാണ്. ഈ അന്വേഷണം എവിടെ എത്തും? ഒന്നും നടക്കില്ല. അത് വാങ്ങിയ കടയെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേഷൻ എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഈ സ്കൂൾ അധികൃതർ അത് വിട്ടു പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം സാധാരണഗതിയിൽ പാതി വഴിയിൽ മുടങ്ങാറാണ് പതിവ്. ഇതിന്റെ അപ്ഡേഷൻ ഇല്ല. മാധ്യമങ്ങൾ അടുത്ത വാർത്തകളുടെ പിന്നാലെ പോകുവാണ്. സെൻസേഷണൽ ആയിട്ടുള്ള വാർത്തകളാണ് അവർക്ക് വേണ്ടത്. ജനങ്ങളുടെ മനസ്സിലേക്ക് ഭീതിപ്പെടുത്തുന്ന, ഞെട്ടിക്കുന്ന, വിചിത്രമായിട്ടുള്ള വാർത്തകൾ എത്തിക്കാനുള്ള തിരക്കിൽ ഇതിന്റെ അപ്ഡേഷൻ എങ്ങും എത്തില്ല. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത രൂപത്തിലാണ് ഈ വില്ലന്മാർ നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിൽ തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്ന ഒരു യുവാവിൽ നിന്നും MDMA പിടികൂടിയ ഒരു സംഭവം ഇന്ന് നമ്മൾ കണ്ടതാണ്. നേമത്തിനടുത്താണ് പ്രാവച്ചമ്പലത്തിൽ വെച്ച് പോലീസ് നടത്തിയ പരിശോധനയിലാണ് 79 ഗ്രാം MDMA-യുമായി തിരുമല വേട്ടമുക്ക് സ്വദേശിയായ അജി എന്ന 25-കാരനെ നേമം പോലീസ് അറസ്റ്റ് ചെയ്തത്. മാർക്കറ്റിൽ 2.5 ലക്ഷത്തോളം രൂപ വില വരുന്നതാണ് ഇത് എന്ന് പോലീസ് പറഞ്ഞു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയിട്ടാണ് ഇയാളെ പിടിക്കുന്നത്. ഗൾഫിലായിരുന്ന ഇയാൾ നാട്ടിലെത്തി കരിയറായി ജോലി ചെയ്യുകയാണ് എന്നാണ് നേമം പോലീസ് പറയുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈ ലഹരി ബാധിച്ചവരായിക്കൊണ്ടും ലഹരി ബാധിക്കാതെയും പല രൂപത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയുടെ മകളെയാണ്, പ്രായപൂർത്തിയാകാത്ത മകളെയാണ് ഒരു സംഘം ആളുകൾ ബുദ്ധിമുട്ടിപ്പിച്ചത്. വഴിയിൽ തടഞ്ഞു നിർത്തുന്നു, ആക്രോശിക്കുന്നു. അവരെ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുന്നു.
ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിത്യസംഭവങ്ങളായി മാറുന്നു. 10ാം ക്ലാസ്സുകാരനായ ഷഹബാസ് എന്ന കുട്ടിയുടെ ജീവനെടുത്ത 5 കുട്ടിക്കാലന്മാർ ലഹരിക്ക് അടിമകളായിരുന്നോ? അല്ല. വെഞ്ഞാറമൂട്ടില് 5 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതി അഫാൻ, അയാളുടെ മെഡിക്കൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസിന് കൈമാറിയിരിക്കുന്നത്. മാനസിക നിലയിൽ ഒരു പ്രശ്നവുമില്ല. മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധൻ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു ഒരു കുഴപ്പമില്ല ആളിന്. കൊലപാതകവും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അഫാന്റെ മാനസിക നിലയെ ഒരു രൂപത്തിലും ബാധിച്ചിട്ടുമില്ല. നേരത്തെയും പ്രശ്നമില്ല, ഇപ്പോഴും പ്രശ്നമില്ല. മെഡിക്കൽ സംഘം കണ്ടെത്തുകയാണ്. രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ലെങ്കിലും മദ്യമല്ലാതെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഡോക്ടർമാർ അന്വേഷണ സംഘത്തെ അറിയിച്ചത്. സാമ്പത്തികമായി സഹായിക്കാത്ത ഒരു അമ്മാവനോടും പക തോന്നി കൊലപ്പെടുത്താൻ അഫാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് അവസാന നിമിഷം അത് ഒഴിവാക്കിയെന്നും അവൻ തന്നെ പറയുന്നു. മുത്തശ്ശി സൽമാ ബീവി, പിതൃ സഹോദരനായ ലത്തീഫിന്റെ ഭാര്യ ഷഹീദ, പെൺസുഹൃത്ത് ഫർസാന, ഇളയ സഹോദരൻ അഫ്സാൻ, മാതാവ് ഷെമി ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടത്തുമലയിലെത്തി 2 പേരെ കൂടി തട്ടാനായിരുന്നു പദ്ധതി. അവര് പണച്ചാക്കുകളായിരുന്നത്രേ. ഇവൻ 5 ലക്ഷം രൂപ ചോദിച്ചിട്ട് കൊടുത്തില്ലത്രേ. നമ്മൾ ലഹരിയുടെ തലയിൽ ഇത് വെച്ച് കിട്ടുമ്പോൾ യഥാർത്ഥ പ്രതി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അനുജൻ അഫ്സാൻ കൺമുന്നിൽ മരിച്ചതോടുകൂടി എല്ലാ ധൈര്യവും ചോർന്നുപോയി. തുടർന്ന് ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിയ അയാൾ കീഴടങ്ങുകയായിരുന്നു. മറ്റ് 2 പേരെ ബാക്കി വെച്ചു, അവധിക്ക് വെച്ചു. ഇവനിനെയും ജാമ്യത്തിലിറങ്ങിയാൽ, ഇവൻ ജീവനോടെ നാട്ടിലിറങ്ങിയാൽ ബന്ധുക്കൾക്ക് എങ്ങനെയാ സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നത്? മെഡിക്കൽ കോളേജ് ആശുപത്രി മെഡിക്കൽ സെല്ലിൽ കഴിയുന്ന അഫാനെ തിങ്കളാഴ്ച ജയിലിലേക്ക് മാറ്റുമെന്നാണ് അറിവ്. പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്, ഡോക്ടർമാർ അറിയിച്ചു. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയ അഫാനെ റിമാൻഡ് ചെയ്തിരുന്നു. മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മറ്റ് 4 കേസുകളിൽ തിങ്കളാഴ്ച വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് കേൾക്കുന്നത്. അതേസമയം പിതൃമാതാവായ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ നേരത്തെ പാങ്ങോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ചേരുന്ന മെഡിക്കൽ ബോർഡ് യോഗം അഫാന്റെ ഡിസ്ചാർജ് തീരുമാനിക്കും. ഡിസ്ചാർജ് ചെയ്താൽ തൊട്ടടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പാങ്ങോട് പോലീസിന്റെ തീരുമാനം. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. നേരത്തെ മജിസ്ട്രേറ്റ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടാൻ പിതാവായ അബ്ദുൾ റഹീമിന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. സഹോദരൻ അഫ്സാനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് കൂട്ടക്കൊലയെക്കുറിച്ച് അവനോട് തുറന്നു പറഞ്ഞിരുന്നു എന്നാണ് പ്രതി അഫാൻ പോലീസിന് മൊഴി നൽകുന്നത്. എന്നാൽ അഫ്സാനെ കൊന്നതോടുകൂടിയാണ് താൻ പതറിപ്പോയത് എന്നും പ്രതി മൊഴി നൽകി. പേടിച്ച് വീടിന് പുറത്തേക്ക് ഓടിയ അഫ്സാനെ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു. അതിനു മുമ്പ് ധൈര്യത്തിന് വേണ്ടിയാണ് മദ്യം കഴിച്ചതെന്നും അഫാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. നിലവിൽ മെഡിക്കൽ കോളേജ് സെല്ലിൽ കഴിയുന്ന അഫാൻ പലപ്പോഴായി പോലീസിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇയാളുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല. ഒരിക്കൽ പറയുന്നതല്ല, പിന്നീട് പറയുന്നത്. മൊഴി മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഷെമിയുടെ ചിട്ടി ഇടപാടും അഫാന്റെ ആഡംബര ജീവിതവും സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമായി എന്നാണ് പോലീസിന്റെ നിഗമനം. 14 പേരിൽ നിന്ന് 65 ലക്ഷം രൂപയാണ് അഫാനും മാതാവ് ഷെമിയും കടം വാങ്ങിയത്. ഇതിൽ ചില ബന്ധുക്കൾ പണം വാങ്ങിയിട്ട് ഷെമിക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നും ഇതിന്റെ പേരിൽ കുടുംബങ്ങൾ തമ്മിലും തർക്കമുണ്ടായിട്ടുണ്ട് എന്നുമൊക്കെ പ്രതി മൊഴി നൽകുന്നുണ്ട്. നന്ദി.